അല്ല, അപ്പോൾ നമ്മളിന്ന് വന്നത് ജിമ്മിലേക്ക് പോകാണ്ട് വീട്ടിൽ നിന്ന് വെറും 2 ഡംബൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. ഓവറോൾ ബോഡിക്ക് വെറും 2 ഡംബൽ യൂസ് ചെയ്ത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. ഒരുപാട് പേര് ജിമ്മിൽ പോകാണ്ട് ഫീസ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അതിനൊരു പരിഹാരമായിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ബുക്കോ അങ്ങനെ ഹൈറ്റുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ്. ഹൈറ്റുള്ള സാധനം നമ്മുടെ ചെസ്റ്റിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ശേഷം റെപ്സ് 3 ടൈംസ് വെച്ച് ചെയ്യുക. ഒരു ബിഗിനർ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടിൻ്റെ എണ്ണം കൂട്ടി വരിക. വേണമെങ്കിൽ വെയിറ്റും കൂട്ടി കൊടുക്കുക. ഈ ഡംബൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൈസെപ്സിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഡംബൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ചുകൂടി ബാക്കോട്ടേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. പുഷ് 1 2 3 4 5. അപ്പോൾ നമ്മൾ ചെസ്റ്റിനും ചെയ്ത് ട്രൈസെപ്സിനും ചെയ്തു. ഇത് നമുക്ക് ബാക്കിന് എന്തൊക്കെ ചെയ്യാം. ബാക്കിന് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡംബൽസ് വേണം. ഈ ഒരു ഡംബൽസ് വെച്ചിട്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നില്ല, പിന്നെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതുപോലെ ഹൈറ്റുള്ളത് എന്തിനെങ്കിലും മോഡൽ കൈകൾ വെച്ചിട്ട് ബാക്ക് മാക്സിമം ആർച്ച് ചെയ്ത് വെക്കുക. ഫുള്ളായി ഡൗൺ ചെയ്യുക, മെല്ലെ ഡൗൺ ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ടുള്ള സ്ട്രെച്ചിങ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു. ഇനി ഈ ഡംബൽസ് വെച്ചിട്ട് നമുക്ക് ബൈസെപ്സിന് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ബൈസെപ്സ് 2 മസിൽ ഗ്രൂപ്പാണ്. ഇതിന് 2 വേരിയേഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഈ ഒരു വേരിയേഷനും പിന്നെ ഈ ഒരു വേരിയേഷനും. നമ്മൾ ഇതൊരു 15 to 20 റെപ്സ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ ഇതൊരു 15 to 20 റെപ്സ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതുപോലെ ബാക്ക് കഴിഞ്ഞ് ബൈസ് കഴിഞ്ഞു, അതേപോലെ ചെസ്റ്റ് കഴിഞ്ഞു, ട്രൈസെപ്സ് കഴിഞ്ഞു. 4 മസിൽ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഷോൾഡറാണ്. ഷോൾഡർ തന്നെ 3 ഡെൽറ്റാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ഡെൽറ്റിനുള്ള ഫസ്റ്റ് എക്സസൈസ് നോക്കാം. ഷോൾഡറിലേക്ക് കൊടുക്കുക, കൈ മാക്സിമം ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പ് ഡൗൺ അപ്പ്. എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ള പൊസിഷനിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്തിങ് മസ്റ്റാണ്. ഇനി വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കണമെന്നാണ്. അതുപോലെ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിലും ജിമ്മിൽ നിന്ന് ചെയ്യുകയാണെങ്കിലും ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കണം. മിഡിൽ ലെറ്റ്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ലാറ്റ് റൈസ് ആണ്. ഈ വെയിറ്റ് വേണമെന്നില്ല, അതിലും ചെറുതുണ്ടെങ്കിൽ അത് വേണം. ഇത് കുറച്ച് ചെയ്യുമ്പോൾ തന്നെ മസിൽ ടൈറ്റ് ആവും. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ മാക്സിമം ഫ്രീഡറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ചെയ്യാനുള്ളത് റെയർ ഡെൽറ്റ് ആണ്, ഷോൾഡറിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ അതിന് നമുക്ക് ഡംബൽസ് യൂസ് ചെയ്തിട്ട് ഒരു ചുമര് നോക്കാം. ഇതുപോലെ ഒരു ചുമര് നോക്കിയിട്ട് മാക്സിമം ബോഡി ആർച്ച് ചെയ്ത് വെക്കുക. ഡംബലിങ്ങനെ വെക്കുക. 1 2 3 4 5. അപ്പോൾ നമ്മുടെ അപ്പർ ബോഡി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത 4 ആംസ് ആണ്. ബോഡി ബിൽഡിങ്ങിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 4 ആംസിന് വലിയ വാല്യൂ ഇല്ല. നമ്മൾ ഹാമർ കളി ചെയ്യുമ്പോൾ തന്നെ 4 ആംസ് ലോഡായിട്ടുണ്ടാവും. അത് മാറ്റി 4 ആംസിനായിട്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പർ ബോഡിക്കുള്ള സ്ട്രെച്ചിങ് നോക്കാം. ഇപ്പോൾ ചെസ്റ്റ് ചെയ്തത് ഇതിൻ്റെ സ്ട്രെച്ചിങ് നമ്മുടെ കൈയാണ് ബാക്കിലേക്ക് കൊടുക്കുക, കൈ ക്ലോസ് ആക്കി കൊടുക്കുക. ഇങ്ങനെ 15 to 30 റെപ്സ് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ചെസ്റ്റിൻ്റെ സ്ട്രെച്ചിങ്. അതുപോലെ തന്നെ അടുത്ത ട്രൈസെപ്സ് നമ്മുടെ കൈ ഷോൾഡറിലേക്ക് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് മാക്സിമം ബാക്കോട്ടേക്ക് വലിച്ചു ഒരു 30 സെക്കൻഡ് നീക്കി ഓപ്പോസിറ്റ്. ഇപ്പോൾ ചെസ്റ്റും ട്രൈസും നമുക്ക് ബാക്കിൻ്റെ സ്ട്രെച്ചിങ് നോക്കാം. കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കൈ സ്ട്രെയിറ്റ് ആയിരിക്കും. സ്ട്രെയിറ്റ് ആയതിനു ശേഷം ഒരു 30 സെക്കൻഡ് ഇങ്ങോട്ടേക്ക് ഹോൾഡ് ചെയ്യുക. ഇതുപോലെ തന്നെ കൈയോടെ വയ്ക്കുക. 30 സെക്കൻഡ് ഈ കൈ ഹോൾഡ് ചെയ്യുക. ഇതാണ് ബാക്കിൻ്റെ സ്ട്രെച്ചിങ്. ഇനി നമ്മൾ ബൈസെപ്സിൻ്റെ അടുത്തതിൻ്റെ സ്ട്രെച്ചിങ്. കൈ ഇതുപോലെ ഫ്ലൈ ചെയ്യുന്ന പോലെ വെക്കുക. ബാക്കോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യുക.
മാക്സിമം ബാക്കോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. കൈ ഇവിടെ മടങ്ങാൻ പാടില്ല, മാക്സിമം ബെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യും. ഇതൊരു 15 to 30 reps 13 seconds ഹോൾഡ് ചെയ്ത്. ഇനി അടുത്തൊരു ഷോൾഡറുണ്ട്. ഷോൾഡർ ഇതുപോലെ വെക്കുക, കൈൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് മുട്ട് വരുന്ന രീതിയിൽ വെക്കുക, ബാക്കോട്ടേക്ക് വെക്കുക. ഈ ഭാഗം ബാക്കോട്ടേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക. 30 seconds ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ ഈ കൈ 30 seconds ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മുടെ അപ്പർ ബോഡി സ്ട്രെച്ചിങ് കഴിഞ്ഞ് വർക്കൗട്ട് ഉണ്ട്. നമുക്ക് ലോവർ ബോഡിയിലേക്ക് യൂസ് ചെയ്തിട്ട് ലെഗ് വർക്കൗട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ 2 ഡംബൽസ് എടുത്തിട്ട് കാല് ഇതുപോലെ ക്രോസ് ചെയ്ത് വെക്കുക. കാലിന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് കുറച്ച് ഇത് പൊന്താൻ പാടില്ല, ഇതും പൊന്താൻ പാടില്ല. ചെയ്യുമ്പോൾ മാത്രം ഈ കാല് ഒന്നിക്കാം. ടയർ ടച്ച് ചെയ്യരുത്. മാക്സിമം ലെഗ് ലോഡ് ചെയ്തൊന്നും ചെയ്യും. ഒരു 15 to 20 reps ഈ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ മറ്റൊരു കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ 3 to 4 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് വരും. സിമ്പിളായിട്ട് വരുമ്പോൾ എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ചെയറോ അതുപോലെ ഹൈറ്റുള്ള എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കാല് എന്നിട്ട് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഹാർഡാവും. ആ ഹാർഡായിട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഡംബൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്ക്വാട്ട് ചെയ്യാം. ഡംബൽ ഇങ്ങനെ പിടിച്ചിട്ട് ഡംബലിക്ക് ഒരു ഗ്രിപ്പ് പിടിച്ചിട്ട് ഗ്ലൂട്ട്സ് മാക്സിമം ബാക്കോട്ടേക്ക് അപ്പ് ചെയ്യാം. ഈ മുട്ട് മുന്നോട്ടേക്ക് പോകരുത്. ഒരു സ്കിന്നി ഫാറ്റോ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഹൈറ്റുള്ള സാധനം ഒരു ഭാഗത്തേക്ക് അയച്ചു വെച്ചാൽ ഇവിടെ ഒരു പ്ലേറ്റോ എന്തെങ്കിലും ചെറിയൊരു കട്ടിയുള്ള സാധനം വെച്ചാൽ കാര്യങ്ങൾ പൊന്താണ് നോക്കാം നമുക്ക്. ഇനി സ്ക്വാട്ട് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ലെഗ് ഇങ്ങനെ മുന്നോട്ടേക്ക്. ഇത് മുന്നോട്ടേക്ക് പോകാൻ പാടില്ല. ഗ്ലൂട്ട്സ് ബാക്കോട്ടേക്ക് സപ്പോർട്ട് ചെയ്യാം. ഡംബൽ ഇങ്ങനെ പിടിക്കാം, ബാലൻസ് ചെയ്യാം, ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞ് ഇനി കാഫ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കാഫ് മസിൽ ചെയ്യാൻ പോകുന്നത്. ഇത് വീട്ടിലില്ല എങ്കിൽ സ്റ്റെപ്പിലോ അല്ലെങ്കിൽ ഹൈറ്റിലോ എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതി. ഇനി കാല് ഈ ഒരു പൊസിഷനിൽ വെക്കുക. 15 reps ചെയ്യാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം കാല് ഈ ഒരു പൊസിഷനിൽ വെക്കുക. 15 reps ചെയ്യാം. ഇത് 3 സെറ്റ് വെച്ച് 15 എണ്ണം വെച്ച് ചെയ്യാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ റെപ്സ് കൂട്ടി വരാം. 15 20 25 30 എണ്ണം കൂട്ടി ചെയ്യാം. ഇനി നമുക്ക് ലെഗിൻ്റെ സ്ട്രെച്ചിങ് നോക്കാം. അപ്പോൾ നമ്മുടെ ഓവർ ബോഡി വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് ആപ്സാണ്. ആപ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലായി കമൻറ്റ് ചെയ്യാം. ഞാൻ ആപ്സിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് ലെഗിൻ്റെ സ്ട്രെച്ചിങ്ങിലേക്ക് പോവാം. ലെഗിനായിട്ട് 2 മസിൽ ഗ്രൂപ്പാണ് വരുന്നത്. ക്വാഡ്സ്, പിന്നെ ഹാംസ്ട്രിങ്. നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ മസിൽ ഗ്രൂപ്പാണ് ലെഗ്. അപ്പോൾ ലെഗിന് ട്രെയിൻ ചെയ്യാതിരിക്കുന്ന കുറേ പേരെ കാണിച്ചിട്ടുണ്ട്. ലെഗിന് ഒരിക്കലും ട്രെയിൻ ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ലോവർ ബോഡി വർക്കൗട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രെച്ചിങ്ങിലേക്ക് പോകാം. ലെഗിൻ്റെ 2 സ്ട്രെച്ചിങ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രെച്ചിങ് ആണെന്ന് പറഞ്ഞാൽ ക്വാഡ്സിൻ്റെ സ്ട്രെച്ചിങ് ആണ്. കാര്യങ്ങനെ പിടിച്ചിട്ട് മാക്സിമം ബാക്കോട്ടേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക. 15 to 30 reps ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ മറ്റേ കാലം 15 to 30 reps ഹോൾഡ് ചെയ്ത് വെക്കുക. ഇനി ഹാംസ്ട്രിങ്ങിൻ്റെ സ്ട്രെച്ചിങ് ആണ്. കാലാണ് ഇടത്തെ കാലം ഇതുപോലെ ചരിച്ച് വെക്കുക. ഫ്രണ്ടിലെ കാലം മാക്സിമം മുന്നോട്ടേക്ക് വെക്കുക. ഹീല് മാത്രം തറയിൽ വെച്ചതിന് ശേഷം കൈ 2 മാത്രം പ്രസ് ചെയ്യാം. 15 to 30 reps ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ ഓപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.